എന്റെ ഷാനവാസേ, അതിനു മുൻപ് ചെയ്യണ്ടേ? ഷാനവാസ് ഇത്ര വലിയ മണ്ടത്തരം കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഷാനവാസിനെ അല്പസമയം മുൻപ് ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നു. ഷാനവാസേ, എന്തായി കാര്യങ്ങൾ, സീക്രട്ട് ടാസ്കിൻ്റെ കാര്യം എന്തായും ചോദിക്കുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നു, അല്ല ബിഗ് ബോസ് അല്ലേ പറഞ്ഞേ അനൗൺസ് ചെയ്യുമെന്ന്. അപ്പോൾ ബിഗ് ബോസ്, എൻ്റെ ഷാനവാസേ, നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങളത് കൺവിൻസ് ചെയ്യണം, എന്നാൽ എനിക്കിവിടെ അനൗൺസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഷാനവാസ് ഒന്ന് ഞെട്ടിയിട്ട് അതിന് മുൻപ് ഞാൻ കൺവിൻസ് ചെയ്യണം അല്ലേ? അപ്പോൾ ബിഗ് ബോസ്, എന്നാലല്ലേടോ എനിക്കിവിടെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ നിന്ന് അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കൂടെ ആൾക്കാരെ നിങ്ങൾ പറയുന്ന ആളെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന് മുന്നേ കൺവിൻസ് ചെയ്യണ്ടേ? അപ്പോഴാണ് ഷാനവാസിന് സത്യം പറഞ്ഞ കാര്യം മനസ്സിലായത്. ആദ്യത്തെ സീക്രട്ട് ടാസ്ക് കോളമാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിക്ക് ഒരു അബദ്ധം പറ്റിയതായിരിക്കുമെന്ന്. ഇപ്പോൾ ഇതാ വീണ്ടും അതിൽ നിന്ന് അതിൻ്റെ നാണക്കേട് മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സീക്രട്ട് ടാസ്ക് ഷാനവാസിന് കൊടുത്തത്. ഇപ്പോൾ അതിലും വലിയ നാണക്കേടാണ്. കാരണം ഇത്രയും പോലും ചിന്തിക്കാതെയാണ് അവർ ഷാനവാസ് നിൽക്കുന്നതെന്ന് ഈ ഒരു ടാസ്ക് കൊടുത്തപ്പോൾ എല്ലാവരും മനസ്സിലാക്കി. വലിയ മൈൻഡ് ഗെയിമർ ആണെന്നൊക്കെ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ കൺവിൻസ് ചെയ്ത് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താകുമോ എന്തോ, നമുക്ക് നോക്കാം. ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.